Hello dear students, welcome back to School at Home. Today we are going to discuss about the regulation of light in the eye. കണ്ണിലെ പ്രകാശ ക്രമീകരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. And this is done by both the important parts of the eye, that is iris and pupil. കണ്ണിലെ വളരെ പ്രധാനപ്പെട്ട കൊറോയിഡ് റീജിയൻ്റെ ഭാഗമായിട്ടുള്ള ഐറിസും പ്യൂപ്പിളും ചേർന്നിട്ടാണ് കണ്ണിലെ പ്രകാശ ക്രമീകരണം സാധ്യമാക്കുന്നത്. On the previous class we have discussed about both the iris and pupil and its functions. Iris can be seen behind the cornea and the presence of melanin in iris gives dark in color. And about the pupil, it is the center of iris and its major function is it can be increase and decrease its size according to the intensity of light. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് പ്യൂപ്പിളിൻ്റെ സൈസ് വലിപ്പം കൂട്ടാനും കുറയ്ക്കാനായിട്ടും സാധിക്കും. അതാണല്ലോ നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത്. അതിനെക്കുറിച്ചിട്ടല്ലേ നമ്മൾ പറയുന്നത്. റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐ അക്കോർഡിംഗ് ടു ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് കണ്ണിലെ മാറ്റങ്ങൾ എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. വി ഹാവ് വിഷൻ ബോത്ത് ഇൻ ദി ഡിം ലൈറ്റ് ആൻഡ് ബ്രൈറ്റ് ലൈറ്റ് റിഗാർഡിംഗ് ദി ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദി പ്യൂപ്പിൾ. നമുക്ക് മങ്ങിയ പ്രകാശത്തിലും തീവ്രപ്രകാശത്തിലും കാഴ്ച സാധ്യമാകുന്നുണ്ട് അല്ലേ? അതിന് കാരണം പ്യൂപ്പിളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ്. സം ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദി പ്യൂപ്പിൾ കോസസ് ദി വിഷൻ ബോത്ത് ഇൻ ദി ഡിം ലൈറ്റ് ആൻഡ് ബ്രൈറ്റ് ലൈറ്റ്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? എങ്ങനെയാണ് മങ്ങിയ പ്രകാശത്തിലും തീവ്രപ്രകാശത്തിലും പ്യൂപ്പിളിൻ്റെ സൈസ് മാറുന്നത് എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? ഇതിൽ ഈ ഒരു ഭാഗം നോക്കിയാൽ ഈ കൃഷ്ണമണിയുടെ ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഈ പ്യൂപ്പിളിൻ്റെ സൈസ് ഇതിലെന്താണ്? ഒരു ഡാർക്ക് സ്പോട്ട് കുറച്ച് വലുതായിട്ടല്ലേ കാണുന്നത്. സോ പ്യൂപ്പിൾ ഇൻ ദി ഐ ദാറ്റ് ഈസ് ഇൻ ദി ഡിം ലൈറ്റ് ഈസ് ഇൻക്രീസ്ഡ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് ബ്രൈറ്റ് ലൈറ്റ് ദ പ്യൂപ്പിൾ ഇൻ ദ ഐ ഈസ് ഡിക്രീസ്. അതായത് മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിളിൻ്റെ സൈസ് കൂടിയിട്ടാണ് കാണുന്നത് അല്ലേ? കുറച്ച് വലുതായിട്ടല്ലേ കാണുന്നത്. എന്നാൽ ബ്രൈറ്റ് ലൈറ്റിൽ തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിളിൻ്റെ സൈസ് എന്താണ്? ചെറുതാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മങ്ങിയ പ്രകാശം എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് പ്രകാശം ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് അവിടെ വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വസ്തുക്കളെ വളരെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ നമ്മുടെ പ്യൂപ്പിളിൻ്റെ വലിപ്പം കൂടണം അല്ലേ? എന്നാൽ മാത്രമാണ് നമുക്ക് ആ വസ്തുക്കളെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഡിം ലൈറ്റിലാണ് പ്യൂപ്പിളിൻ്റെ സൈസ് കൂടേണ്ടത്. എന്നാൽ ബ്രൈറ്റ് ലൈറ്റിലാണെങ്കിലോ ആ ഒരു ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അത് നമ്മുടെ കണ്ണിന് ഹാംഫുള്ളാണ്, ദോഷകരമാണ്. അങ്ങനെയാകുമ്പോൾ എന്തുണ്ടാവണം? പ്യൂപ്പിളിൻ്റെ സൈസ് കുറയണം. നമ്മൾ വളരെ കണ്ണ് ചിമ്മിയിട്ടല്ലേ നോക്കുക. അപ്പോൾ ബ്രൈറ്റ് ലൈറ്റിൽ പ്യൂപ്പിളിൻ്റെ സൈസ് എന്താവണം? ഡിക്രീസ് ആവാണ് വേണ്ടത്. അത് ഒരു കോമൺ സെൻസ് വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഇത് ഇങ്ങനെ വെറുതെ മാറുകയാണോ അതിന് പിന്നിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. The size of the pupil is regulated by the action of circular muscles and the radial muscle, and these muscles can be seen in the iris. ഐറിസിൽ കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസിൽസാണ് സർക്കുലർ മസിൽസും റേഡിയൽ മസിൽസും. ഈ സർക്കുലർ മസിൽസിൻ്റെയും റേഡിയൽ മസിൽസിൻ്റെയും ആക്ഷൻസ് മൂലമാണ് പ്യൂപ്പിളിൽ ഇങ്ങനെയുള്ള റെഗുലേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? സർക്കുലർ മസിൽ, രണ്ട് തരം മസിൽസ് ആണുള്ളത്. സർക്കുലർ മസിൽസ് ഉണ്ട്, റേഡിയൽ മസിൽസ് ഉണ്ട്. ബോത്ത് ദീസ് മസിൽസ് ക്യാൻ ബി റെഗുലേറ്റഡ് ആൻഡ് ദ സൈസ് ഓഫ് ദി പ്യൂപ്പിൾ ഈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. സർക്കുലർ മസിലിൻ്റെയും റേഡിയൽ മസിലിൻ്റെയും റെഗുലേഷൻ കാരണമാണ് പ്യൂപ്പിളിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടാകുന്നത്. ഇനി ഈ മസിൽസ്, ഈ രണ്ട് മസിൽസും ഏത് പ്രകാശത്തിലാണ്, ഏത് ലൈറ്റിലാണ് അതിൻ്റെ ആക്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. When the radial muscles contract in dim light, the size of pupil increases. First ആണ് റേഡിയൽ മസിൽസ്. റേഡിയൽ മസിൽസ് എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും ഇൻ ഡിം ലൈറ്റ്. അപ്പോൾ ഇതാണ് ഡിം ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞത് അല്ലേ? അപ്പോൾ ഡിം ലൈറ്റിലെ റേഡിയൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. കണ്ടോ, ആരോ മാർക്ക് ഇപ്പോൾ ഇങ്ങോട്ട് പുറത്തേക്കല്ലേ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താ സൈസ് എന്താവും? പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് ഇൻ ഡിം ലൈറ്റ്. അപ്പോൾ റേഡിയൽ മസിൽസ് ആണ് ഡിം ലൈറ്റിൽ ആക്ട് ചെയ്യുന്നത്. സോ റേഡിയൽ മസിൽസ് ആർ കൺട്രാക്ട് ഇൻ ഡിം ലൈറ്റ്, സോ ദ പ്യൂപ്പിൾ സൈസ് ഇസ് ഇൻക്രീസ്. ഇനി എന്താണ് സർക്കുലർ മസിൽസിൻ്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. When the circular muscles contract in intense light, the size of the pupil decreases. ഇനി സർക്കുലർ മസിൽസ് എപ്പോഴാണ് ആക്ട് ചെയ്യുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടിയിരിക്കുമ്പോൾ, അതായത് തീവ്രപ്രകാശത്തിൽ ഇൻറ്റൻസ് ലൈറ്റിലാണ് എന്തുണ്ടാവുന്നത്? സർക്കുലർ മസിൽസ് ആക്ട് ചെയ്യുന്നത്.
അപ്പോൾ അവിടെ സർക്കുലർ മസിൽസിൻ്റെ കൺട്രാക്ഷൻ നടക്കുമ്പോൾ പ്യൂപ്പിളിൻ്റെ സൈസ് എന്താവും, കുറയുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. സർക്കുലർ മസിൽസ് കൺട്രാക്ട്, സോ ദ പ്യൂപ്പിൾ സൈസ് ഈസ് ഡിക്രീസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദി ഇൻറ്റൻസ് ലൈറ്റ്. അതായത് തീവ്രപ്രകാശത്തിലാണ് സർക്കുലർ മസിൽസ് ആക്ട് ചെയ്യുന്നത്. സോ ദ സർക്കുലർ മസിൽസ് ആർ കൺട്രാക്ട് ഇൻ ദി ഇൻറ്റൻസ് ലൈറ്റ്, ദ സൈസ് ഓഫ് പ്യൂപ്പിൾ ഇസ് ഡിക്രീസ്. അപ്പോൾ ഈ സൈസ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിം ലൈറ്റിലല്ലേ. അപ്പോൾ ഡിം ലൈറ്റിലാകുമ്പോൾ നമുക്ക് നന്നായി വ്യക്തമായി കണ്ണ് തുറന്ന് പിടിക്കണം നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ പീപ്പിളിൻ്റെ സൈസ് കൂടണം. ഇൻറ്റൻസ് ലൈറ്റിലാകുമ്പോഴോ അത് അത്രയും ഹാംഫുൾ അല്ല, നമ്മുടെ കണ്ണിലേക്ക് അത്രയും പ്രകാശം വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ണ് ചുരുക്കി പിടിക്കണം. അപ്പോൾ പീപ്പിളിൻ്റെ സൈസ് കുറയണം. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വരുന്ന രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴാണ് റേഡിയൽ മസിൽസ് ആക്ട് ചെയ്യുന്നത്, സർക്കുലർ മസിൽസ് ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ റേഡിയൽ മസിൽസ് ഡിം ലൈറ്റിൽ, റേഡിയൽ ആ ഡി ഒരു ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ആലോചിച്ചാൽ മതി. റേഡിയൽ മസിൽസ് എന്താണ്, ഡിം ലൈറ്റ്. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ഡീൻ എടുക്കാം. നിങ്ങൾക്ക് തെറ്റി പോകാതിരിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ട്രിക്ക് പറഞ്ഞിരുന്നതാണ് കേട്ടോ. അപ്പോൾ റേഡിയൽ മസിൽസ് എന്താണ്, ഡിം ലൈറ്റിലാണ് ആക്ട് ചെയ്യുന്നത്. സർക്കുലർ മസിൽസിലാണെങ്കിലോ അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ, ഇൻറ്റൻസ് ലൈറ്റിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. റേഡിയൽ മസിൽ ഡിം ലൈറ്റിലാണ്, സർക്കുലർ മസിൽ ഏതാണ്, ഇൻറ്റൻസ് ലൈറ്റിൽ. പിന്നെ രണ്ടിനും എന്തുതന്നെയാണ് നടക്കുന്നത്, കൺട്രാക്ഷൻ തന്നെയാണ്. സോ അപ്പോൾ അതിൽ നമുക്കൊരു മാറ്റം സംഭവിക്കുന്നില്ല. രണ്ട് മസിൽസും കൺട്രാക്ഷൻ തന്നെയാണ് നടക്കുന്നത്. റേഡിയൽ മസിൽ ഡിം ലൈറ്റിലും സർക്കുലർ മസിൽ ബ്രൈറ്റ് ലൈറ്റ് അഥവാ ഇൻറ്റൻസ് ലൈറ്റിലും. ആൻഡ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ഫോളിങ് ഓൺ ദ ലെൻസ് ഈസ് റെഗുലേറ്റഡ് അക്കോർഡിംഗ് ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇങ്ങനെയുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലെൻസിലേക്ക് ഈ ലൈറ്റ് എത്തുന്നത്. നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ കണ്ണിലേക്ക് ലൈറ്റ് എത്തുന്നത്, പ്രകാശം എത്തുന്നത് ഏത് ഭാഗത്തേക്കാണ്, കോർണിയയിലേക്കാണ്. പിന്നീടാണ് ആ ഒരു അപ്പേച്ചർ, അതായത് ഐറിസിൻ്റെ ആ നടുക്കുള്ള അപ്പേച്ചർ എന്ന് പറയുന്ന പ്യൂപ്പിളിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് ദെൻ എത്തുന്നത് എവിടെയാണ്, ലെൻസിലാണ്. അതിനുശേഷം ലെൻസിലൂടെ പ്രകാശം എവിടെ എത്തണം, റെറ്റിനയിൽ എത്തിയിട്ടാണ് നമുക്ക് വിഷൻ സാധ്യമാകുന്നത്. സോ ഇങ്ങനെയാണ് ലെൻസിലൂടെ റെറ്റിനയിലെത്തി നമുക്ക് എന്തുണ്ടാവുന്നത്, വിഷൻ, കാഴ്ച സാധ്യമാകുന്നത്. സോ ദീസ് ആർ ഓൾ അബൌട്ട് റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐ. ആൻഡ് അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫോർമേഷൻ ഓഫ് ഇമേജ്. എങ്ങനെയാണ് കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എന്നാണ് ഇനി പഠിക്കാനുള്ളത്. ദ കർവേച്ചർ ഓഫ് ദ കോർണിയ ആൻഡ് ദ ലെൻസ് ഹെൽപ്പ് ലൈറ്റ് റേസ് വിച്ച് റിഫ്ലക്ട് ഫ്രം ആൻ ഒബ്ജക്റ്റ് ടു ഗെറ്റ് ഫോക്കസ്ഡ് ഓൺ ദ റെറ്റിന. അതായത് കോർണിയയുടെയും ലെൻസിൻ്റെയും കർവേച്ചർ, വക്രതയാണ് ലൈറ്റ് റേസ്, ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന, പ്രതിപതിച്ചു വരുന്ന ലൈറ്റ് റേസ് റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഒരു പ്രതിബിംബം, ഒരു വസ്തുവിനെ കാണാനായിട്ട് സാധിക്കുന്നത്. So, the curvature of the cornea and the lens help for the formation of image. ഇനി what are the peculiarities of image formed by the lens of eye? ഇനി എന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മുടെ കണ്ണിലുണ്ടാകുന്ന പ്രതിബിംബത്തിന് ഉണ്ടാകുന്നത്? നമ്മുടെ കണ്ണിലൊരു പ്രതിബിംബം, ഒരു ഇമേജ് രൂപപ്പെടുന്നുണ്ടല്ലോ, ആ ഇമേജിനുണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കേണ്ടത്. ഇതിൽ ഫസ്റ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അത് റിയൽ ആണ്, യഥാർത്ഥമാണ്. നെക്സ്റ്റ് പറയേണ്ടത് അത് സ്മോൾ, ചെറുതാണ്. നമ്മുടെ കണ്ണുണ്ടാകുന്ന ഇമേജ് എന്താണ്, ചെറുത്, സ്മോൾ ആണ്. ഇൻവേർട്ടഡ് ആണ്. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, തല കീഴായതാണ്. സോ ദ ഇമേജ് ദാറ്റ് ഇസ് ഫോംഡ് ഇൻ അവർ ഐ ഈസ് റിയൽ, സ്മോൾ ആൻഡ് ഇൻവേർട്ടഡ്. അതാണ് ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടത്. വി ക്യാൻ സീ നിയർ ബൈ ആൻഡ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് ക്ലിയർലി. അത് നമുക്കറിയാം അല്ലേ, നമുക്ക് അടുത്തുള്ള വസ്തുക്കളെയും വ്യക്തമായി കാണാൻ പറ്റും. ഒരു പരിധി വരെ ടു സം എക്സ്റ്റെൻറ്റ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിന് കാരണം this is because the focal length of the lens can be adjusted according to the distance of the object. അതായത് നമ്മൾ കാണുന്ന വസ്തുവിൻ്റെ അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത്, ഫോക്കൽ ദൂരം മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുക്കളെയും നമുക്ക് വ്യക്തമായി കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് എത്രത്തോളം അകലെയാണോ ഒരു വസ്തു ഉള്ളത് അതിനനുസരിച്ച് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ് അടുത്തുള്ള വസ്തുവിനെയും അകലെയുള്ള വസ്തുവിനെയും കാണുമ്പോൾ കണ്ണിലുണ്ടാകുന്ന ചേഞ്ചസ്. കണ്ണിൽ എന്ത് മാറ്റമാണ് അകലെയുള്ള വസ്തുവിനെയും അടുത്തുള്ള വസ്തുവിനെയും കാണുമ്പോൾ ഉണ്ടാകുന്നത്. സോ ലെറ്റ്സ് സീ. ആൻഡ് ദീസ് ആർ ദി ടു ഇമേജസ് ദാറ്റ് ഷോസ് ദ വ്യൂവിംഗ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് ആൻഡ് ദ വ്യൂവിംഗ് നിയർ ബൈ ഒബ്ജക്ട്സ്. ഫസ്റ്റ് ഈസ് വൈൽ വ്യൂവിംഗ് ഇൻ ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ്. അകലെയുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കണ്ണിലുണ്ടാകുന്നതെന്ന് നോക്കാം. ആൻഡ് the ciliary muscles, lens and ligaments, these are the important parts of the choroid of eyes. അല്ലേ, അതായത് കൊറോയിഡ് റീജിയനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് സീലിയറി മസിൽസും ലെൻസും ലിഗമെൻസും. ആൻഡ് ദീസ് പാർട്സ് ആർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ഇമേജ്.
കണ്ണിലെ പ്രതിബിംബം ഉണ്ടാകാനായിട്ട് കാരണമാകുന്നത് ആരൊക്കെയാണ്? സീലിയറി മസിൽസും ലെൻസും ലിഗമെൻസിൻ്റെയും ആക്ഷൻസ് ആണ്, പ്രവർത്തനങ്ങളാണ്. ഇനി അകലെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ ഇവയ്ക്കുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. വെൻ വി ആർ വ്യൂയിങ് എ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ദ സീലിയറി മസിൽസ് ഇസ് റിലാക്സ്. അതായത് സീലിയറി മസിൽസ് വിശ്രമാവസ്ഥയിലാവുകയാണ് അകലെയുള്ള ഒരു വസ്തുവിനെ കാണുമ്പോൾ. ആൻഡ് ദ ലിഗമെൻറ്റ്സ് ആർ സ്ട്രെച്ച്. കാരണം എന്താ? അത് വലിഞ്ഞു നിൽക്കുകയാണ് അല്ലേ? ലെൻസിനെ ഇത് വലിച്ചു നിർത്തിക്കുകയാണ്. നമുക്കറിയാം ദ സീലിയറി മസിൽസ് ആർ കണക്റ്റഡ് വിത്ത് ദ ലെൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലിഗമെൻറ്റ്സ്. ലിഗമെൻസിൻ്റെ സഹായത്തോടു കൂടി ലെൻസ് ആരുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു? സീലിയറി മസിൽസുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു അറിയാം. സോ നമ്മൾ എപ്പോഴാണ് ഒരു അകലെയുള്ള വസ്തുവിനെ കാണുന്നത്, അപ്പോൾ സീലിയറി മസിൽസ് റിലാക്സ്ഡ് ആവും ആൻഡ് ലിഗമെൻറ്റ്സ് എന്താ? സ്ട്രെച്ച് ചെയ്ത് നിൽക്കും. സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ വലിഞ്ഞ് നിൽക്കുക. കണ്ടോ? നല്ല വലിച്ച് നിർത്തിക്കുകയാണിത്. കണ്ടല്ലോ, ഇതാണ് ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലെൻസിനെ നന്നായി വലിച്ചു നിർത്തിക്കാണ് ലിഗമെൻറ്റ്സ് ചെയ്യുന്നത്. എപ്പോഴാണ്? അകലെയുള്ള വസ്തുവിനെ, ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനെ കാണുമ്പോൾ. ആൻഡ് ദ കർവച്ചർ ഓഫ് ലെൻസ് ഈസ് ഡിക്രീസസ്. അതായത് ഇതിൻ്റെ കർവച്ചർ, വക്രത, ലെൻസിൻ്റെ വക്രത കുറയുകയാണ് ചെയ്യുന്നത്. ഒരു സാധാരണ നമ്മൾ ഉണ്ടാകുന്ന ആ ലെൻസിൻ്റെ ആ കർവച്ചർ കുറയുകയാണ് എപ്പോൾ? ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനെ കാണുമ്പോൾ. ആൻഡ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് ഈസ് ഇൻക്രീസസ്. അതായത് ഇതിൻ്റെ ഫോക്കൽ ദൂരം എന്ന് പറയുന്നത് കൂടുതലാണ്. അതായത് നമ്മളൊരു ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനല്ലേ കാണുന്ന മക്കളെ, അപ്പോൾ ഫോക്കൽ ലെങ്ത് കൂടും. അങ്ങനെയാകുമ്പോൾ ലെൻസിൻ്റെ കർവേച്ചർ കുറയും. ആൻഡ് ബോത്ത് ദി ലെൻസ് കർവേച്ചർ ആൻഡ് ദി ഫോക്കൽ ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതായത് ലെൻസിൻ്റെ വക്രത ഇവിടെ കുറയുകയാണ്, കർവേച്ചർ ഇവിടെ കുറയുമ്പോൾ ഫോക്കൽ ലെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഒന്ന് കൂടുകയാണെങ്കിൽ മറ്റത് കുറയും. അപ്പോൾ നിങ്ങൾക്കിത് പഠിക്കാൻ എളുപ്പത്തിൽ ഞാനൊരു കാര്യം പറയാം. ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനല്ലേ നമ്മൾ കാണുന്നത്, അതായത് അകലെയുള്ള വസ്തുക്കളാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് പറഞ്ഞാൽ ഫോക്കസ് ദൂരം എന്നല്ലേ, അതെന്തായിരിക്കും? കൂടുതലായിരിക്കും. ഡിസ്റ്റൻറ്റ് അതായത് അകലെയുള്ളത്. അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് കൂടും. ഫോക്കൽ ലെങ്ത് ഇൻക്രീസസ്. അപ്പോൾ ലെൻസിൻ്റെ കർവേച്ചർ എന്തായിരിക്കും? ഡിക്രീസസ്. ഇത് കുറയാണ്, ലെൻസിൻ്റെ കർവേച്ചർ കുറയും. ഫോക്കൽ ലെങ്ത് കൂടുമ്പോൾ ലെൻസിൻ്റെ കർവേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്. അത് ഏതിൻ്റെ കേസിലാണ്? ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സിൻ്റെ കേസിലാണ്. ഇനി നിയർ ബൈ ഒബ്ജക്ട്സ്, അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ കണ്ണിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ദ സീലിയറി മസിൽസ് കൺട്രാക്ട്. സീലിയർ മസിൽസ് എന്ത് ചെയ്യും? സങ്കോചിക്കും. ഇവിടെ റെസ്റ്റ് ഇൻ പൊസിഷൻ അല്ലേ, ഇവിടെ ആകുമ്പോൾ എന്തായിരിക്കും? കൺട്രാക്ട് ചെയ്യും. ദെൻ ദ ലിഗമെൻറ്റ്സ് ആർ റിലാക്സ്. കണ്ടോ, ഇവിടെ അയഞ്ഞ് തൂങ്ങിക്കെടുക്കല്ലേ, മറ്റേ നന്നായി സ്ട്രെച്ച് ചെയ്തിരിക്കുകയായിരുന്നു അല്ലേ, വലിച്ച് മുറുകി പിടിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ എന്തായി? ലിഗമെൻറ്റ്സ് എന്തായി? അയഞ്ഞു കിടക്കുകയാണ്, റിലാക്സ്ഡ് മോഡാണ്. എപ്പോൾ? നിയർ ബൈ ഒബ്ജക്ട്സിനെ കാണുമ്പോൾ, അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ. ദെൻ ദ കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസ്. കണ്ടോ, ഇതിനപേക്ഷിച്ച് നോക്കൂ, ഇവിടെ കർവേച്ചർ എന്ന് പറയുന്നത് കുറയാണ് ചെയ്തത്. ഇവിടെ നോക്കൂ, ഇതിനപേക്ഷിച്ച് എന്താ? കൂടുതലാണ്. The curvature of lens is increased and the focal length is decreased. കാരണം എന്താ? അടുത്തുള്ള വസ്തുവിനല്ലേ കാണുന്നത്, അപ്പോൾ ഫോക്കൽ ലെങ്ത് അത്ര ലെങ്ത് വേണ്ട. ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു നിയർ ബൈ ഡിസ്റ്റൻസ് വെച്ചിട്ട് നിങ്ങളത് പഠിച്ചാൽ മതി. ബാക്കി സീലിയറി മസിൽസിൻ്റെ ലിഗമെൻറ്റ്സ് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് അത് നമ്മൾ പഠിക്കുക തന്നെ വേണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ലെൻസിൻ്റെ കർവേച്ചറിൻ്റെ ആ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാനാണ് ഞാനൊരു ട്രിക്ക് പറഞ്ഞത്. അതാണ് ഈ ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റാണ്, അതായത് അകലെയുള്ള വസ്തുവാണ്, അപ്പോൾ ഫോക്കൽ ലെങ്ത്ത് അതിൻ്റെ നീളം കൂടുതലാണ്. അപ്പോൾ ലെൻസിൻ്റെ കർവേച്ചർ ആയിരിക്കും കുറവായിരിക്കും. അതാണ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സിൽ. ഇനി നിയർ ബൈ ഒബ്ജക്ട്സിലാണെങ്കിൽ അത് അടുത്തുള്ളതല്ലേ, അപ്പോൾ ഫോക്കൽ ലെങ്ത്തിൻ്റെ ആ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവാണ്, ഡിക്രീസ് ആണ്. അപ്പോൾ ലെൻസിൻ്റെ കർവേച്ചർ എന്തായിരിക്കും? ഇൻക്രീസ്ഡ് ആണ്. ഇങ്ങനെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറക്കാതെ ആ ഓർമ്മയിൽ തന്നെ ഇരിക്കും. ഓക്കെ, ഇനി ഇവിടെ ഒരു ടേബിളാണ് ഉള്ളത്. ആ ടേബിൾ നമുക്ക് ഫില്ലപ്പ് ചെയ്യാം. വൈൽ വ്യൂവിങ് നിയർ ബൈ ഒബ്ജക്ട്സ്, അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സീലിയർ മസിൽസ് കൺട്രാക്ട്, ലിഗമെൻറ്റ്സ് റിലാക്സ്, കർവേച്ചർ ഓഫ് ലെൻസ് ഇതേ നോക്കൂ, കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസസ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? ഡിക്രീസസ്. നേരെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ. ദെൻ വൈൽ വ്യൂവിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ്, അകലെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ എന്തായിരിക്കും? സീലിയറി മസിൽസ് റിലാക്സ്, ലിഗമെൻറ്റ്സ് സ്ട്രെച്ച് വലിഞ്ഞു നിൽക്കും. കർവേച്ചർ ഓഫ് ലെൻസ് എന്താണ് ഇവിടെ? കർവേച്ചർ ഓഫ് ലെൻസ് എന്താണ്? ഡിക്രീസസ്. സോ ഫോക്കൽ ലെങ്ത് ഇൻക്രീസസ്. സോ അങ്ങനെയാണ് ഈ ഒരു ടേബിൾ ഫിൽ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ബിഫോർ ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദി പവർ ഓഫ് അക്കമഡേഷൻ ഓഫ് ഐ. പവർ ഓഫ് അക്കമഡേഷൻ ഓഫ് ഐ. അതിന് മുന്നായിട്ട് നമുക്ക് പവർ ഓഫ് അക്കമഡേഷൻ ഓഫ് ഐ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ട് പഠിക്കാനുണ്ട്. എന്താണത്? ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത്. നോക്കൂ, ദ എബിലിറ്റി ഓഫ് ഐ to adjust the focal length of the lens by changing its curvature in accordance to the distance of the object from the eye and form the image on the retina. അതായത് കണ്ണിലെ ഫോക്കൽ ലെങ്ത്തിനെ അഡ്ജസ്റ്റ് ചെയ്യണം ഓഫ് ദി ലെൻസ് ബൈ ചേഞ്ചിങ് ഇറ്റ്സ് കർവേച്ചർ. ലെൻസിൻ്റെ കർവേച്ചറിൽ മാറ്റം വരുത്തി ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ പറഞ്ഞതല്ല അത്.
ആൻഡ് ഇൻ അക്കോർഡ്സ് ടു ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ്. എങ്ങനെയാണ്? ആ ഇരിക്കുന്ന വസ്തുവിൻ്റെ ദൂരത്തിനനുസരിച്ച് ലെൻസിൻ്റെ കർവേച്ചറിൽ മാറ്റം വരുത്തി ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് റെറ്റിനയിൽ കൃത്യമായിട്ടുള്ള ഒരു ഇമേജ് ഫോം ചെയ്യണതിനെ പറയുന്ന പേരാണ് പവർ ഓഫ് അക്കമഡേഷൻ ഓഫ് ഐ. The ability of the eye to adjust the focal length of the lens by changing its curvature in accordance to the distance of the object and from the eye and form the image on the retina, that is called power of accommodation of eye. And next is about retina and the photoreceptors. We know that there are a lot of photoreceptors can be seen in the retina. റെറ്റിനയിൽ ധാരാളം ഫോട്ടോ റിസെപ്റ്റേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇസ് കൺസിസ്റ്റ് ഓഫ് 2 types, that is rod cell and cone cells. So these are the important photoreceptors can be seen in the retina. And as the name mentioned, rod cell is rod shaped structure and the cone cell is cone shaped structure. ആ പേരും തന്നെ നമുക്ക് അതിൻ്റെ ഒരു ആകൃതി മനസ്സിലാക്കാം. റോഡ് സെല്ലിന് റോഡ് ആകൃതിയാണ്, കോൺ സെല്ലിന് എന്താണ് കോൺ ആകൃതിയാണുള്ളത്. ആൻഡ് ദിസ് റോഡ് സെൽസ് ആർ മോർ ഇൻ നമ്പർ ദാൻ കോൺ സെൽസ്. കോൺ സെല്ലിനെ അപേക്ഷിച്ച് റോഡ് സെല്ലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കണ്ണിൽ കാണാൻ സാധിക്കുക. സോ റോഡ് സെൽസ് ആർ മോർ ഇൻ നമ്പർ ദാൻ കോൺ സെൽസ്. ഇനി നമുക്ക് ഇവ ഓരോന്നും റോഡ് സെൽസിനെ കുറിച്ചും കോൺ സെൽസിനെ കുറിച്ചും കൂടുതൽ പഠിക്കാം. സോ ഇവിടെ കാണുന്നില്ലേ, ഇവിടെ ഒരു പിക്ചർ കാണുന്നില്ലേ, ഇതാണ് റോഡ് സെൽ എന്ന് പറയുന്നത്. അതായത് റോഡ് ഷേപ്ഡ് സ്ട്രക്ചർ കണ്ടോ, റോഡ് ഷേപ്ഡ് സ്ട്രക്ചറാണ് റോഡ് സെൽസിന്. ദെൻ കോൺ ഷേപ്ഡ് സ്ട്രക്ചറാണ് എന്ത് കോൺ സെൽസിന്. സോ ദിസ് വൺ ഈസ് കോൺ സെൽ ആൻഡ് ദിസ് വൺ ഈസ് റോഡ് സെൽസ്. ആൻഡ് അബൌട്ട് ദി റോഡ് സെൽസ്, these cells contain the visual pigment called rhodopsin. Rhodopsin എന്ന പിഗ്മെൻ്റ് ആണ് എന്തിലുള്ളത്, റോഡ് സെല്ലുള്ളത്. അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ട് അല്ലേ. റോഡ് സെല്ലുള്ള പിഗ്മെൻ്റ് പേരെന്താണ്, റോഡോപ്സിൻ. ആൻഡ് ദിസ് റോഡോപ്സിൻ ഈസ് ഫോംഡ് ബൈ ദ പ്രോട്ടീൻ നെയിംഡ് ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ വിച്ച് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് വൈറ്റമിൻ എ. അതായത് ഈ റോഡോപ്സിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഓപ്സിൻ എന്ന പ്രോട്ടീൻ കൊണ്ടും ഒപ്പം റെറ്റിനാൽ എന്ന ഒരു വൈറ്റമിൻ എയുടെ ഡെറിവേറ്റീവ് കൊണ്ടുമാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, റോഡോപ്സിൻ. ആ റോഡോപ്സിൻ നോക്കൂ, ഇത് പഠിക്കാനുള്ളൊരു എളുപ്പമാർഗ്ഗം നോക്കിയാൽ മതി. റോഡ് സെല്ലിൽ എന്താണ് പിഗ്മെൻറ്റ്, റോഡോപ്സിൻ. ആ പേര് തന്നെ കിട്ടി. ഇനി റോഡോപ്സിൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, ദേ നോക്കൂ, ഓപ്സിൻ കണ്ടോ. ആ ഓപ്സിൻ എന്ന ഒരു പ്രോട്ടീൻ കൊണ്ടും ഒപ്പം റെറ്റിനാൽ എന്താണ്, റെറ്റിനാൽ. ഈ റെറ്റിനാൽ കൊണ്ടും ഓപ്സിൻ കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, റോഡോപ്സിൻ. ഈ റെറ്റിനാൽ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ഒരു ഡെറിവേറ്റീവാണ്. ആൻഡ് ദീസ് റോഡ് സെൽസ് ആർ ആക്ടിവേറ്റഡ് ഈവൺ ഇൻ ഡിം ലൈറ്റ്. അതായത് മങ്ങിയ പ്രകാശത്തിലാണ് ഈ റോഡ് സെൽസ് ആക്റ്റീവ് ആവുള്ളൂ. ആൻഡ് വി ആർ ഏബിൾ ടു സീ ഒബ്ജക്ട്സ് ഇൻ ഡിം ലൈറ്റ്. ദീസ് സെൽസ് കാനോട്ട് ഡിക്റ്റേറ്റ് കളർ. അതായത് മങ്ങിയ പ്രകാശത്തിൽ നമുക്ക് കാഴ്ച സാധ്യമാക്കുന്നതാണ് റോഡ് സെൽസ്. അതുകൊണ്ട് തന്നെ നമുക്ക് കളേഴ്സിനൊന്നും ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട്, തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. ഏത് സെൽസിൽ, റോഡ് സെൽസിൽ. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ഗീവ്സ് വിഷൻ ഇൻ ഡിം ലൈറ്റ്. And next is about cone cells. Cone cells contain a pigment called photopsin. അതായത് ഫോട്ടോപ്സിൻ എന്ന പിഗ്മെൻ്റ് ആണ് ഇതിലുള്ളത്, കോൺ സെല്ലിലുള്ളത്. ഇതിന് പറയുന്ന ഈ ഫോട്ടോപ്സിന് പറയുന്ന മറ്റൊരു പേരാണ് അയഡോപ്സിൻ. ഓക്കെ, അയഡോപ്സിൻ എന്നാണ് ഫോട്ടോപ്സിന് പറയുന്നത്. അതുപോലെ ഈ ഫോട്ടോപ്സിൻ ഉണ്ടാക്കിയിട്ടുള്ളതും എന്ത് തന്നെയാണ്, ഈ ഓപ്സിൻ എന്ന പ്രോട്ടീൻ കൊണ്ടും റെറ്റിനാൽ എന്നിട്ടുള്ള ആ ഒരു വൈറ്റമിൻ എയുടെ ഡെറിവേറ്റീവ് കൊണ്ട് തന്നെയാണ് ഫോട്ടോപ്സിൻ ഉണ്ടാക്കിയിട്ടുള്ളത്, റോഡോപ്സിനും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാൻ എളുപ്പമാണ്. ഫോട്ടോപ്സിൻ ഉണ്ടാക്കിയതും റോഡോപ്സിൻ ഉണ്ടാക്കിയതും ഓപ്സിൻ എന്ന പ്രോട്ടീൻ കൊണ്ടും വൈറ്റമിൻ എയിൽ നിന്നുള്ള ഡെറിവേറ്റീവ് ആയിട്ടുള്ള റെറ്റിനാൽ കൊണ്ടുമാണ്. ആൻഡ് ദിസ് കോൺ സെൽസ് ഹാവ് ദ വിഷൻ ഇൻ ബ്രൈറ്റ് ലൈറ്റ്. അതായത് പ്രകാശത്തിൽ, നമ്മൾ കാണുന്ന ആ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നതാണ് ആര്, കോൺ സെൽസ്. ആൻഡ് ദീസ് ആർ ഇൻ 3 types. 3 ടൈപ്പ് കോൺ സെൽസ് ആണ് നമ്മുടെ കണ്ണിലുള്ളത്. ബിക്കോസ് വിച്ച് ഹാൽപ്സ് ടു ഡിക്റ്റേറ്റ് 3 primary കളേഴ്സ്, ദാറ്റ് ഈസ് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. അതായത് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ എന്ന് പറയുന്നത് പ്രൈമറി കളേഴ്സാണ്, പ്രാഥമിക വർണ്ണങ്ങളാണ്. ഈ കളേഴ്സിനെ ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ടുള്ള പാകത്തിൽ 3 കോൺ സെൽസ് ആണ് ഉള്ളത്. അതായത് റെഡ് ലൈറ്റ് അറിയാനായിട്ട് ഒരു കോൺസെൽ ഉണ്ട്, ഗ്രീൻ ലൈറ്റ് അറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു കോൺസെൽ ഉണ്ട്, ബ്ലൂ കളർ അറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു കോൺസെൽ ഉണ്ട്. സോ അങ്ങനെ 3 types of corn cells can be seen in our eyes. And this diversity is due to the difference in amino acid in the opsin molecules. അതായത് ഇങ്ങനെയുള്ള ഈ 3 നിറങ്ങൾ അറിയാനായിട്ടുള്ള ഒരു 3 കോൺ സെൽസ് ഉള്ളത് എന്തുകൊണ്ടാണ്, ഈ ഓപ്സിൻ എന്ന ആ ഒരു അമിനോ ആസിഡ് മോളിക്യൂൾ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ്. അമിനോ ആസിഡ്, ഈ ഓപ്സിൻ മോളിക്യൂൾ ഉണ്ടാകുന്ന അമിനോ ആസിഡിൻ്റെ ഡിഫറൻസ് മൂലമാണ് ഈ 3 കോൺ സെല്ല് നമ്മുടെ കണ്ണിലുള്ളത്.
ഓക്കെ. സോ ദ കോൺ സെൽസ് പ്രൊവൈഡ് ആസ് വിത്ത് കളർ വിഷൻ, അതായത് വളരെ വർണ്ണാഭമായിട്ടുള്ള ഒരു കാഴ്ച സാധ്യമാക്കാൻ കാരണം ആരാണ്? കോൺ സെല്ലാണ്. ഓക്കെ. ഇവിടെ താഴെയായിട്ട് ഒരു ടേബിൾ ഉണ്ട്, റോഡ് സെല്ലും കോൺ സെല്ലും. അതിൻ്റെ പിഗ്മെൻറ്റ് നമുക്ക് ഫില്ല് ചെയ്യാം അല്ലേ. പിഗ്മെൻറ്റ് എന്താണ് റോഡ് സെല്ലുള്ളത്? റോഡോപ്സിൻ ആണ്. കോൺ സെല്ലിൽ എന്താണ്? ഫോട്ടോപ്സിൻ ഓർ അയഡോപ്സിൻ. ഷേപ്പ് ആ പേര് തന്നെ കിട്ടും, ഏതാണ്? റോഡ് ഷേപ്ഡ് സ്ട്രക്ചറാണ്. ഇവിടെ കോൺ സെല്ലിൻ്റെ ഷേപ്പ് എന്താണ്? കോൺ ഷേപ്ഡ് സ്ട്രക്ചറാണ്. ദെൻ റോഡ് സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദ വിഷൻ ഇൻ ഡിം ലൈറ്റ്. ദെൻ ദ ഫംഗ്ഷൻ ഓഫ് കോൺ സെൽ എന്തായിരുന്നു? ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എ കളർ വിഷൻ, വർണ്ണാഭമായിട്ടുള്ള ഒരു കാഴ്ച സാധ്യമാക്കുന്ന ആരാണ്? കോൺ സെൽ. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദ റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐ ആയിരുന്നു. പിന്നെ പറഞ്ഞത് ഫോർമേഷൻ ഓഫ് ഇമേജ് ആയിരുന്നു. നെക്സ്റ്റ് പവർ ഓഫ് അക്കമഡേഷനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞതാണ് ദ റിറ്റിന ആൻഡ് ദി ഫോട്ടോ റിസെപ്റ്റേഴ്സ്. അതിൽ കോൺ സെല്ലിനെ കുറിച്ചും റോഡ് സെല്ലിനെ കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക് യു.